2026 വേൾഡ് കപ്പിലെ പോർച്ചുഗലിന്റെ ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരം കൊളംബിയക്കെതിരെ. ഗ്രൂപ്പിലെ 1-ാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമായിരുന്നു കൊളംബിയക്കെതിരെ. പോർച്ചുഗലിന് മത്സരം ജയിക്കുകയാണെങ്കിൽ ഗ്രൂപ്പിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കാനും അതുവഴി കിരീട നേട്ടത്തിലേക്കുള്ള വഴി എളുപ്പമാക്കാനും സാധിക്കുമായിരുന്നു. മത്സരം സമനിലയിലോ പരാജയപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ അത് കഠിനമാവുകയും ചെയ്യും. എന്നാൽ കൊളംബിയക്കെതിരെ വിജയം കണ്ടെത്താൻ പോർച്ചുഗലിനും റൊണാൾഡോക്കും സാധിച്ചില്ല. പോർച്ചുഗൽ തിരഞ്ഞെടുത്തത് വേൾഡ് കപ്പ് ഉയർത്താൻ കഠിനമായിട്ടുള്ള വഴിയാണ്. അതിൽ റൗണ്ട് ഓഫ് 32-ൽ അവർക്ക് നേരിടേണ്ടത് ക്രൊയേഷ്യയുമായിട്ട്, അവിടെ നിന്ന് ജയിച്ചു കയറിയാൽ റൗണ്ട് ഓഫ് 16-ൽ നേരിടേണ്ടത് സ്പെയിനുമായിട്ട്. സ്പെയിനിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയം അല്ലെങ്കിൽ USA ആയിരിക്കും. അതും കഴിഞ്ഞ് സെമി ഫൈനലിലേക്ക് പ്രവേശിച്ചാൽ ഫ്രാൻസിനെതിരെ. അവരെയും പരാജയപ്പെടുത്തി ഫൈനലിലേക്ക് പ്രവേശിച്ചാൽ അവിടെ ഉണ്ടാവുക അർജന്റീനയോ ഇംഗ്ലണ്ടോ അല്ല എങ്കിൽ ബ്രസീലോ ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ വേൾഡ് കപ്പ് ഫേവറേറ്റുകളായിട്ടുള്ള ഓരോ രാജ്യങ്ങളെയും കീഴ്പ്പെടുത്തിയിട്ട് വേണം പോർച്ചുഗലിന് കിരീടമുയർത്താൻ. ഇവരെല്ലാം പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്കും അതുപോലെ പോർച്ചുഗലിനും വേൾഡ് കപ്പ് കിരീടം അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാം. അതിന് ക്രിസ്ത്യാനോ റൊണാൾഡോക്കും പോർച്ചുഗലിനും സാധിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.